നേരം വെളുത്ത് കഴിഞ്ഞാലേ ഒരു ചെക്ക പുകയാണ് കേട്ടോ. ഈ ചായ കുടിയാണ് കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ അങ്ങോട്ട് ഫ്രീ ആവും. അപ്പോൾ അതാ രാവിലെ ഓട്ടടയും കടലക്കറി തന്നെയാണ് കേട്ടോ എന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓട്ടട എനിക്ക് വലിയ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങിയിട്ട് ഇപ്പം. പക്ഷേ പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ അതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് അതന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരാൾ ചായ ഉണ്ടാക്കുകയാണേ. പാൽ ചായ ഒന്ന് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് പാൽ കായ്ക്കുന്നുണ്ട് കേട്ടോ. പാലൊക്കെ കാച്ചി ആൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഇട്ട് തരുന്നത്. ഈ സ്റ്റീൽ ഗ്ലാസ്സിലുള്ള ചായ എനിക്കാണ് കേട്ടോ. എനിക്ക് കുറേ ചായ വേണം, എനിക്കതാണ് ഇഷ്ടം. രാവിലെ ഒരു 1-2 ഗ്ലാസ് പാൽ ചായ കുടിച്ചാൽ അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. കട്ടൻ ചായയും കുടിക്കും കേട്ടോ. കട്ടൻ ചായ കിട്ടിയിട്ടാണ് ഞാൻ രാവിലത്തെ പണികളൊക്കെ തുടങ്ങുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പണികളിലേക്ക് ഒരുങ്ങിട്ടോ. ജനവാതിലിൽ കറക്റ്റിടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റാണ് കേട്ടോ. ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കർട്ടനൊക്കെ വാങ്ങിയിടണം. നമ്മളെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങി ചെയ്ത് പോവുകയാണ് കേട്ടോ. വീട് പണി കഴിഞ്ഞ് നമ്മൾ വേഗം വൈറ്റ് സിമെൻ്റ് അടിച്ച് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ വേറൊരു പണി നമ്മൾ എടുക്കാൻ കൂടിയിട്ടില്ല. സംഭവത്തിൽ നമ്മൾ വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ട് കയറാണ് കേട്ടോ നല്ലത്. നമ്മൾ പിന്നെ വാടക കൊടുത്ത് വാടക വീട്ടിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി വൈറ്റ് സിമെൻ്റ് അടിച്ച് വേഗം കയറിയതാണ്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒക്കെ ചെയ്യണം, നമ്മളെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് അങ്ങനെ ചെയ്യണം. അങ്ങനെ ഞാനിവിടെ ജനലും കാര്യങ്ങളൊക്കെ തട്ടിക്കൊട്ടി വരുമ്പോൾ അമ്മൂസുട്ടി ഒന്നാകെ നടക്കണുണ്ട് കേട്ടോ. വീണോ പോകുന്നൊക്കെ പേടിയൊക്കെ ഉണ്ട്. എനിക്കേ പേടിയുള്ളൂ, ഓൾക്കൊരു പേടിയില്ല. ഓളങ്ങനെ നടന്നോളും, എവിടെയും കയറി മറിഞ്ഞോളും. ചിലപ്പോൾ ആ സോഫമേൽ കയറിയിട്ട് ജനൽമ കയറി നിൽക്കണൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് കണ്ണ് തെറ്റിയാൽ. പിന്നെ ഞാനെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കലാണ്, ഒപ്പം അങ്ങനെ ഉണ്ടാവണം, അല്ലെച്ചാൽ എന്തെങ്കിലും പണിയാക്കി തരും. അങ്ങനെയൊക്കെ സോഫയും ജനലൊക്കെ തട്ടി വൃത്തിയാക്കി ഞാൻ എൻ്റെ അടിക്കലും വരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് വേറെ പണി ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ നല്ല ഉണങ്ങിയ വിറകിരുന്നിട്ടത് കൊത്തി കീറാൻ കഴിയായിട്ട് മഴയത്തിട്ടതായിരുന്നു. അപ്പോൾ വേഗം പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ബക്കറ്റിലാക്കി കുറേയൊക്കെ അടുപ്പിൻ്റെ അടി കൊണ്ടുപോയി വെച്ചു. പിന്നെ ബാക്കിയൊക്കെ എടുത്തിട്ട് അട്ടി വയ്ക്കുകയാണേ. അപ്പുറത്ത് ഉണങ്ങിയ വിറകിരുന്നു, കീറാൻ പറ്റാത്തതുകൊണ്ടേ കീറിയിട്ടവിടെ ഏൽക്കണമെന്നില്ല. ഏട്ടന് നടുവേദന ആവുക. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ ഇട്ടതായിരുന്നു. മഴ നനയട്ടെ, എന്നാൽ പുതർന്നാൽ കീറാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടതായിരുന്നു. അങ്ങനെ ഒക്കെ ഏട്ടൻ കീറി തരുന്നൊക്കെ ഞാൻ കൊണ്ടുപോയി എടുത്ത് വയ്ക്കുകയാണേ. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ വന്നാണ് കേട്ടോ. വലിയ തോട്ടമൊന്നുമല്ല കേട്ടോ, ചെറിയ കുറച്ച് കൃഷികളൊക്കെ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഒന്നും തുടങ്ങണം. ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ ഇയാൾ. എൻ്റെ കറിവേപ്പ് മരം എങ്ങനെയുണ്ട്? കുറേ കുട്ടികളുണ്ട് കേട്ടോ എൻ്റെ താഴെ. കുഞ്ഞു കുട്ടികളുണ്ടായിട്ടുണ്ട്. വലിയ നല്ലോണം നോക്കിക്കൊണ്ട് വന്ന സമയത്ത് തീരെ ഇലല്ലേന്നില്ല. കുറച്ച് കാലം നോക്കാതായപ്പോൾ നല്ലോണം ഉണ്ടായി വന്നു. അപ്പോൾ ഞാൻ പിന്നെയും നോക്കാൻ തുടങ്ങി കേട്ടോ. ഇത് പിന്നെ അനുമോൾ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയാക്കി വരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ കാന്താരിമുളക് എന്നിട്ടോ തെയ്യുന്നു. ഞാനണ്ട് വലിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കണ്ടപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ആൾക്കാരോട് എന്താണെന്നറിയില്ല ഏറ് കിട്ടും, കണ്ണ് കണ്ടോലെ പറമ്പുള്ളതൊക്കെ പറിച്ചെടുത്ത് പോന്നാൽ ഏറ്. ഞാൻ പറഞ്ഞു കണ്ണ് കണ്ടോന്നല്ല, ഗവൺമെൻറ്റിൻ്റെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് കേടൊന്നുമില്ല, നമ്മളെ ആവശ്യത്തിന് മുളക് കിട്ടുമല്ലോ, റോട്ട് കിടന്നാൽ ആർക്കാ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അങ്ങോട്ടും പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇതുണ്ടോ അങ്ങാടി മുളകാണ് കേട്ടത്. അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങണ മുളക് ഞാൻ പഴുത്ത മുളക് നോക്കിയിട്ട് പാകിയതേന്നേ. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇവരൊക്കെ. പക്ഷേ ഇവർക്കൊന്നും വലിയൊരു പേർച്ച വെച്ചിട്ടില്ല. ഇങ്ങനെ ആകെ ശോഷിച്ച് പട്ടിണി എടുക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ട് കേട്ടോ. ഇനി അവരൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ വീട്ടിൽ അമ്മക്കും കഴിയും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മളാരും ചെയ്തു നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി വലിയ കൃഷികളൊക്കെ ചെയ്യണം, ഒരുപാട് കൃഷികളൊക്കെ ചെയ്യണം, ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് വയ്ക്കാൻ കേട്ടോ. വൈകുന്നേരമായി അപ്പോഴേക്കും. അങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വിളക്ക് വയ്ക്കുന്ന വീഡിയോ എടുത്ത് എന്താണെന്നറിയോ, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വെറും തറയിൽ വിളക്ക് വയ്ക്കരുത് കേട്ടോ എന്ന് ഒരു കമൻറ്റ് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ കാണാനുണ്ട് വെറും തറയിൽ കത്തിച്ച് വിളക്ക് വയ്ക്കാൻ പാടില്ല എന്ന്. ഇവിടെ നമ്മളെ വീട്ടിൽ അങ്ങനെ വയ്ക്കൂല കേട്ടോ. വെറും തറയിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുക. നമുക്കങ്ങനെ പൂജാമുറിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ട് ഡൈനിങ് ഹാളിൽ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നടക്കട്ടെ. അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെ കിണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കിണ്ടിയിൽ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ വെക്കലില്ല കേട്ടോ. കർക്കിടക മാസം വരുമ്പോൾ മാത്രം ആ ഒരു മാസത്തിൽ മാത്രം അങ്ങനെ വെക്കലുള്ളൂ. അല്ലാത്തപ്പോൾ ഒന്നും അങ്ങനെ വെക്കലില്ല.
അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം കേട്ടോ. പിന്നെ വൈകുന്നേരത്തിനുള്ള ചപ്പാത്തിയൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചുട്ടെടുക്കാനുണ്ട്. ഉച്ചക്കത്തെ കറി ഉണ്ട് കേട്ടോ, മീൻ കറി ഉണ്ട്. അപ്പോൾ പിന്നെ അതും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന്. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമേ ചപ്പാത്തി കൊടുക്കലുള്ളൂ, ഞങ്ങളൊക്കെ ചോറ് തന്നെയാണ് കഴിക്കുക. ഇന്നിപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി തന്നെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. താങ്ക് യു.